നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു യാദൃശ്ചിക സംഭവമല്ല. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക കാരണത്താൽ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരുപാട് നാളുകളായിട്ട് ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം തടസ്സപ്പെടുന്നത്? എന്താണ് ഞാൻ ശ്രമിച്ചാലും അവസാനമെല്ലാം തടസ്സമായി മാറുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു സാധാരണ ഉത്തരമല്ല. ഇത് ഒരു ദൈവിക സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ പിന്നിലെ സത്യം വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഈ വീഡിയോയിൽ പറയുന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുമ്പോൾ അവസാനം എന്തെങ്കിലും ഒരു തടസ്സം വരും. ചിലപ്പോൾ ആളുകൾ വഴിയായിരിക്കും, ചിലപ്പോൾ സാഹചര്യങ്ങൾ വഴിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതെ, നിങ്ങൾ തന്നെ. നമ്മുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് എല്ലായ്പ്പോഴും പുറത്തുള്ള ആളുകൾ മാത്രമല്ല. ചിലപ്പോൾ അത് നമ്മുടെ ചിന്തകളും നമ്മുടെ ഭയങ്ങളും നമ്മുടെ തീരുമാനങ്ങളുമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായ തടസ്സം സൃഷ്ടിക്കുന്നത് ആരാണ് എന്നതാണ്. അത് ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു ദൃശ്യമല്ലാത്ത ശക്തിയാണോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ബന്ധമാണോ? ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ 3 ദൈവിക ചിഹ്നങ്ങളുണ്ട്. ഒന്നാമത്തെ ചിഹ്നം എന്ന് പറയുന്നത് ശക്തിയുടെ അടയാളമാണ്. രണ്ടാമത്തെ ചിഹ്നം എന്ന് പറയുന്നത് ദൈവിക സന്ദേശത്തിന്റെ അടയാളമാണ്. മൂന്നാമത്തെ ചിഹ്നം എന്ന് പറയുന്നത് വിധിയും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട അടയാളമാണ്. ഇവയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത്? അതാണ് നിങ്ങളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടത്. ചിന്തിക്കാതെ തിരഞ്ഞെടുക്കരുത്, ഹൃദയം പറയുന്നത് കേൾക്കുക. ഇനി നിങ്ങൾക്ക് അല്പസമയം എടുക്കാം. അതിനുശേഷം കണ്ണുകളൊന്ന് അടയ്ക്കുക, ഒരു ദീർഘനിശ്വാസം എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ 3 ചിത്രങ്ങളുണ്ട്. 1, 2, 3 എന്ന് നമ്പർ ഇട്ടുകൊണ്ട് 3 ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വന്ന ചിഹ്നം അതുതന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും ലഭിക്കുന്നത് ഒരു സിഗ്നലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ മാറ്റം വരാനിരിക്കുകയാണ്. ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാകാനിരിക്കുകയാണ്. ചിലർക്ക് ഇതൊരു വാണിംഗ് ആയിരിക്കും, ചിലർക്ക് ഇതൊരു അവേക്കണിംഗ് ആയിരിക്കും, ചിലർക്ക് ഇത് ഒരു പുതിയ തുടക്കമായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ വീഡിയോ ഒരു വിനോദത്തിനായി മാത്രമല്ല, ഇത് ഒരു എനർജി റീഡിംഗ് ആണ്. നിങ്ങൾ ഇതിനെ എത്ര വിശ്വസിക്കുന്നോ അതനുസരിച്ച് തന്നെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും. നിങ്ങൾക്ക് ഒരു ചെറിയ നിർദ്ദേശം കൂടെ പറയാം. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോകുന്ന സന്ദേശം നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് മനസ്സിൽ ഉറപ്പിച്ചിട്ട് കമന്റ് ബോക്സിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന് താഴെയുള്ള നമ്പർ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് പോകാം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന സത്യം കണ്ടെത്താൻ. നിങ്ങൾ തിരഞ്ഞെടുത്തതാണ് നിങ്ങളുടെ വിധി. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെനുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിഹ്നമായിട്ടുള്ള തൃശൂലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഒന്നാം ചിഹ്നമായ തൃശൂലം തിരഞ്ഞെടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു സാധാരണ കാര്യമല്ല. ഇത് ഒരു ശക്തിയുടെ അടയാളമാണ്, ഒരു ദൈവിക ഇടപെടലിന്റെ അടയാളമാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം നിങ്ങൾക്ക് തോന്നുന്നത് പോലെ തടസ്സമല്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇത് തടസ്സമല്ല, ഇതൊരു പരീക്ഷണമാണ്. തൃശൂലം എന്താണ് സൂചിപ്പിക്കുന്നത്? തൃശൂലം 3 ശക്തികളെ പ്രതിനിധീകരിക്കുന്നു: ഭൂതകാലം, വർത്തമാനം, ഭാവി. അതുപോലെ തന്നെ ചിന്ത, വാക്ക്, പ്രവൃത്തി. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അത് ഒരു വ്യക്തി മാത്രമല്ല, അത് ഒരു എനർജിയാണ്. പക്ഷെ ആ എനർജി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വളരെ അടുത്ത ഒരാളിലൂടെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് വളരെ അടുത്ത ഒരാൾ, കുടുംബം, സുഹൃത്ത്, അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങൾ വിശ്വസിച്ച ഒരാൾ. ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് ഹാനി ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ അവരുടെ അസൂയ, അവരുടെ നെഗറ്റീവ് ചിന്തകൾ, അവരുടെ സംശയങ്ങൾ, ഇവയൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി മാറുന്നത്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരു നല്ല കാര്യത്തിനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരോ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യും, ആരോ പറയും ഇത് നടക്കില്ല, ആരോ നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കും. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അതെ, നിങ്ങൾ ചിന്തിക്കുന്ന ആ വ്യക്തി തന്നെയാണ്. പക്ഷെ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ വ്യക്തി മാത്രമല്ല പ്രശ്നം, നിങ്ങളുടെ പ്രതികരണമാണ് യഥാർത്ഥ പ്രശ്നം. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ മനസ്സിൽ വെച്ച് നിങ്ങളുടെ ശക്തി കുറയ്ക്കുന്നു. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ത്രിശൂലം നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഇത് ഒരു സന്ദേശമാണ്. നിങ്ങൾ വളരെ ശക്തനായ ഒരാളാണ്. നിങ്ങൾക്ക് ഈ തടസ്സങ്ങളെ തകർക്കാൻ കഴിയും, അല്ലെങ്കിൽ മറികടക്കാൻ കഴിയും. ഇനി ഞാൻ നിങ്ങളോട് ഒരു ദൈവിക സത്യം പറയാം. നിങ്ങളിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. അടുത്ത 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് മുൻപ് തടസ്സമായിരുന്ന കാര്യങ്ങൾ പതിയെ പതിയെ മാറിത്തുടങ്ങും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണം. നിങ്ങൾ നെഗറ്റീവ് ആളുകളിൽ നിന്നും അകലം പാലിക്കണം. നിങ്ങളോട് ചില നിർദ്ദേശങ്ങളും കൂടെ പറയാം. ദിവസവും രാവിലെ 5 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. എനിക്ക് കഴിയും എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുക. ഇനി ഒരു ഹിഡൻ മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒരു ദൈവിക ശക്തി നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഇഗ്നോർ ചെയ്യുന്നത് ഒരു വാണിംഗ് ആണ്. ആരെങ്കിലും നിങ്ങളെ റിപ്പീറ്റഡ്ലി ഡിസ്കറേജ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ, അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ അവരിൽ നിന്നും ഉറപ്പായും അകലം പാലിച്ചിരിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് എനിമി ആരാണ്? നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ്, അല്ലെ? നിങ്ങൾ പലപ്പോഴും ഇത് നടക്കുമോ, എനിക്ക് പറ്റുമോ, ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട്. ത്രിശൂലം പറയുന്നത് അതിനെ മുറിച്ചു മാറ്റൂ എന്നതാണ്. ആ സംശയം, ആ ഭയം, ആ നെഗറ്റീവ് ചിന്തകൾ, അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയുക. ഇനി ഒരു പ്രഡിക്ഷൻ ഉണ്ട്. നിങ്ങൾ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന അതൊരിക്കലും സ്ഥിരമല്ല. അത് നിങ്ങളെ സ്ട്രോങ്ങർ ആക്കാൻ വന്നതാണ്. നിങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ് അത് ചെയ്യുന്നത്. ഇനി ഒരു ചെറിയ പ്രാർത്ഥന കൂടി. ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി വീട്ടിലൊരു ദീപം തെളിയിക്കുക. ഇനി ദീപം തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിലും ഓം നമഃശിവായ എന്ന മന്ത്രം 11 പ്രാവശ്യം ചൊല്ലുക. നിങ്ങളോടുള്ള അവസാന സന്ദേശം ഇതാണ്. നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആളുകൾ മാത്രമല്ല, സാഹചര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ ഭയം കൂടെയാണ്. അത് നീക്കം ചെയ്താൽ നിങ്ങളുടെ വഴി ക്ലിയർ ആയിരിക്കും. നിങ്ങൾ ശക്തരാണ്. നിങ്ങൾക്ക് കഴിയും. ദൈവം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇനി ഒരു ചെറിയ അഭ്യർത്ഥന. ഈ ഫലം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നിയെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. ഇത് സാധാരണ ഒരു കമന്റ് അല്ല. ഇത് ഒരു ശക്തിയായ പോസിറ്റീവ് എനർജി ആകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കും. നിങ്ങൾ ഓം നമഃശിവായ എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭയം കുറയും. നിങ്ങളുടെ വഴി പതിയെ ക്ലിയർ ആകും. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതൽ ശക്തമായി ലഭിക്കും. വിശ്വാസത്തോടെ എഴുതുക ഓം നമഃശിവായ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. ഇത്രയും കാര്യങ്ങളാണ് 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള ത്രിശൂലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള ഓടക്കുഴൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാമത്തെ ചിഹ്നമായിട്ടുള്ള ഓടക്കുഴലാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ദൈവികമായ ഒരു സൂചനയാണ്. ആദ്യം തന്നെ ഒരു സത്യം പറയാം. നിങ്ങൾ വളരെ സ്നേഹമുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കാതിരിക്കാനായി നിങ്ങൾ പല കാര്യങ്ങളും സഹിക്കുന്നു എന്നതാണ് സത്യം. ഓടക്കുഴൽ എന്ന് പറയുന്നത് എന്തിന്റെ അടയാളമാണ്? ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദൈവിക ശബ്ദത്തിന്റെ പ്രതീകമാണ്. ഇത് ബന്ധങ്ങളും ആശയവിനിമയവും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിലൂടെ നിങ്ങളെ ബാധിക്കുന്ന ഒരാൾ. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കും, ചിലപ്പോൾ നിങ്ങളെ പൂർണ്ണമായി അവഗണിക്കും. ഈ മാറി മാറിയ പെരുമാറ്റം നിങ്ങളെ മാനസികമായി തളർത്തുന്നു, നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോള് അല്ലെങ്കിൽ ഒരു സന്ദേശം, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് മാറിപ്പോകും. ആ വ്യക്തി നിങ്ങളുടെ എനർജിയെ ബാധിക്കുന്നു എന്നതാണ് സത്യം. പക്ഷെ ഒരു പ്രധാന കാര്യം, ആ വ്യക്തി ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നില്ല എന്നതാണ്. അവർക്ക് തന്നെ അവരുടെ വികാരങ്ങൾ വ്യക്തമല്ല. അവർക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ആശയക്കുഴപ്പം നിങ്ങളിലേക്കും എത്തുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഈ ഓടക്കുഴൽ നിങ്ങൾ തിരഞ്ഞെടുത്തത്.
നിങ്ങൾക്ക് ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പരിധികൾ തിരിച്ചറിയണം എന്നതാണത്. നിങ്ങൾ വളരെ സഹിഷ്ണുതയുള്ള ആളുകളാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ സ്വയം മറക്കുന്നു. അതുകൊണ്ടാണ് ചിലർ നിങ്ങളെ വില കുറച്ചു കാണുന്നത്. ഇനി ഒരു പ്രധാന സന്ദേശം: ഇല്ല എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സന്തോഷം മാറ്റിവെച്ച് മറ്റുള്ളവർക്കായി ജീവിക്കുന്നു. അത് നിങ്ങളുടെ വലിയ പിഴവാണ്. ഓടക്കുഴൽ പറയുന്നത് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുക, ഒരിക്കലും അടക്കി വയ്ക്കരുത്. ഇനി ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഒരാൾ നിങ്ങളെ ആവർത്തിച്ച് ആശയക്കുഴപ്പത്തിലാക്കുകയാണെങ്കിൽ, വ്യക്തമായ മറുപടി നൽകുന്നില്ലെങ്കിൽ, അവർ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പാഠമാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. നിങ്ങൾ ഒരാളെ വളരെ വിലമതിക്കുന്നു, പക്ഷെ അവർ നിങ്ങളെ അതേ രീതിയിൽ വിലമതിക്കുന്നില്ല. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവിക സന്ദേശം ഇതാണ്: വിടുക. നിങ്ങൾ വിടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ശാന്തിയും സന്തോഷവും കടന്നു വരും. അടുത്ത 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കും. ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കും. ഇനി ഒരു നല്ല ഭാഗത്തെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആളുകൾ കടന്നു വരും. നിങ്ങളെ മാനിക്കുന്ന ആളുകൾ. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും നിങ്ങൾക്ക് ലഭിക്കും. ഒരു ചെറിയ പരിഹാരം പറയാം. ദിവസവും രാവിലെ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഗോവിന്ദ എന്ന് 21 പ്രാവശ്യം ജപിക്കുക. മനസ്സിന് ശാന്തി ലഭിക്കാൻ മൃദുവായ സംഗീതം കേൾക്കുക. പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സത്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ആ വ്യക്തി മാത്രമല്ല, നിങ്ങളുടെ അടുപ്പമാണ്. നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഭയപ്പെടുന്നു. അവൻ അല്ലെങ്കിൽ അവളില്ലാതെ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾ അതിലും ശക്തരാണ്. നിങ്ങൾ വിടുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കും. ഇനി അവസാന സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങൾ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹരാണ്. അതിനേക്കാൾ കുറവൊന്നും സ്വീകരിക്കരുത്. ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കേൾക്കൂ. സത്യം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഈ ഫലം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ, ഇത് നിങ്ങളോട് ബന്ധപ്പെട്ടതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുക. ഇത് ഒരു സാധാരണ കമന്റ് അല്ല, ഇതൊരു ദൈവിക ജപമാണ്. ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു ശക്തിയാണ്. നിങ്ങൾ ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആശയക്കുഴപ്പം കുറയും. നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റി വരും. നിങ്ങളുടെ വഴി നേരെയാകാൻ തുടങ്ങും. വിശ്വാസത്തോടെ എഴുതുക: ഹരേ കൃഷ്ണ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഓടക്കുഴൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിഹ്നമായിട്ടുള്ള ദേവിയുടെ ദൈവിക ചിഹ്നം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ദേവിയുടെ ദൈവിക ചിഹ്നമാണെങ്കിൽ, ഈ ചിഹ്നം നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഇത് ഒരു ദൈവിക സന്ദേശമാണ്. ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഴമുള്ള സൂചനയാണ്. ആദ്യം തന്നെ ഒരു സത്യം പറയാം: നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ആത്മശക്തിയുണ്ട്. ഈ ചിഹ്നം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് ദേവിയുടെ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. ഇത് കർമ്മവും വിധിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ്. ഇത് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാനുള്ള ഒരു സമയമാണെന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ആരാണ്? ഒരു സ്ത്രീയുടെ സ്വഭാവമുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അതെ, ഇതൊരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീ സ്വഭാവമുള്ള ഒരാളായിരിക്കാം. ആ വ്യക്തി പുറമെ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും, പക്ഷെ ഉള്ളിൽ ഒരു അസൂയയും താരതമ്യ ബോധവുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അതൊരിക്കലും യാദൃശ്ചികമല്ല, അത് ഒരു എനർജിയുടെ പ്രതികരണമാണ്. ആ വ്യക്തി നിങ്ങളെ നേരിട്ട് ദോഷപ്പെടുത്തുന്നില്ല, പക്ഷെ അവരുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളെ ബാധിക്കുന്നു എന്നതാണ് സത്യം. അവരുടെ കണ്ണുകൾ, അവരുടെ വാക്കുകൾ, അവരുടെ സമീപനം, ഇതൊക്കെയാണ് നിങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്നത്. ഇനി ഒരു സത്യം പറയാം: നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവർ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അടുത്ത വൃത്തത്തിലോ ഉള്ള ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ സംശയിക്കാൻ തയ്യാറല്ല. പക്ഷെ ദൈവിക സന്ദേശം വ്യക്തമാണ്: ശ്രദ്ധിക്കണം. ഒരു മുന്നറിയിപ്പ്: നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരോടും പങ്കിടരുത്. ചില കാര്യങ്ങൾ നിശബ്ദമായി ചെയ്യുക. അതാണ് നിങ്ങളുടെ സംരക്ഷണം. ഇനി ഒരു ആഴത്തിലുള്ള സത്യം പറയാം: ആ വ്യക്തി മാത്രം കാരണമല്ല നിങ്ങൾക്കെല്ലാം തടസ്സപ്പെടുന്നത്. നിങ്ങളുടെ പഴയ കർമ്മങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വൈകല്യം അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ബന്ധങ്ങളിൽ, ജോലി കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ.
ഇതൊരിക്കലും ദൗർഭാഗ്യമല്ല, അത് കർമ്മശുദ്ധീകരണമാണ്. ദേവിയുടെ സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ കർമ്മം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അടുത്ത 30 മുതൽ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാനായിട്ട് കഴിയും. ഇതുവരെ തടസ്സമായിരുന്ന വഴികൾ തുറക്കാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ ക്ഷമ പുലർത്തണം. ഇനി ഒരു ചെറിയ പരിഹാരം കൂടെ പറയാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക. അമ്മേ നാരായണ അല്ലെങ്കിൽ ദുർഗെ എന്ന് ജപിക്കുക. നിങ്ങൾക്ക് ദൈവിക സംരക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളെ സ്ഥിരമായി തടയാൻ കഴിയില്ല. പക്ഷെ നിങ്ങളിപ്പോൾ മാനസികമായി അല്പം ക്ഷീണിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന ചിന്ത നിങ്ങളെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് സത്യമല്ലേ? ഇനി ഒരു ശക്തമായ സന്ദേശം പറയാം. നിങ്ങളോട് ദേവി പറയുന്നത് നിങ്ങളുടെ ഭയം വിട്ടുകളയുക എന്നതാണ്. നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സത്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തടസ്സം ആ വ്യക്തി മാത്രമല്ല, നിങ്ങളുടെ അന്ധവിശ്വാസമാണ്. നിങ്ങൾ എല്ലാവരെയും എളുപ്പത്തിൽ വിശ്വസിക്കുന്നു. അതാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്. ഇനി മുതൽ നിരീക്ഷിക്കുക, എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കരുത്. അതുപോലെ തന്നെ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു എന്നതാണ് ദേവി നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് അത്ഭുതകരമായിരിക്കും, പക്ഷെ അത് നിങ്ങളെ സംരക്ഷിക്കും. അതിനുശേഷം നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ തുടങ്ങും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നല്ല ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളൊരു ദൈവിക വഴിയിലാണ്. ഇനി അവസാന സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആളുകളും കർമ്മവും എനർജിയുമാണ്. പക്ഷെ അതിനേക്കാൾ ശക്തമാണ് നിങ്ങളുടെ ആത്മാവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയരും. ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഇനി ചെറിയൊരു അഭ്യർത്ഥന. ഈ ഫലം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ അമ്മേ നാരായണ എന്ന് ഭക്തിയോടെ രേഖപ്പെടുത്തുക. ഇത് ഒരു സാധാരണ കമന്റ് അല്ല, ഇത് ദേവിയുടെ നാമസ്മരണയാണ്. ഇത് ഒരു ശക്തിയായ ദൈവിക എനർജിയാണ്. നിങ്ങൾ അമ്മേ നാരായണ എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തികൾ കുറയും. നിങ്ങളുടെ വഴി കൂടുതൽ വ്യക്തമായി തുടങ്ങും. ദേവിയുടെ അനുഗ്രഹം നിങ്ങളെ ശക്തമായി അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ എഴുതൂ: അമ്മേ നാരായണ. ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.